ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷബ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാനിത് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഞാൻ എൻ്റെ കമ്പോസ്റ്റ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാൻ പോയപ്പോൾ അതിൽ കണ്ടൊരു കാഴ്ച. അപ്പോൾ അതെനിക്ക് നിങ്ങളെ കൂടെ കാണിക്കണമെന്ന് കരുതി. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ കമ്പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ സെക്കൻഡ് കമ്പോസ്റ്റിൽ അടിയിൽ ഒരുപാട് പുല്ലും കുറച്ച് ചെടിയല്ല കമ്പുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഏറ്റവും അടിയിലെ ഭാഗത്തായിരുന്നു. ഞാൻ ഇതുവരെയ്ക്കും ഇളക്കിയ സമയത്തൊക്കെ ഏറ്റവും അടിയിൽ ഇങ്ങനെ നമ്മൾ ഈ ചെയ്യുന്ന നമ്മളെ കയ്യിലുള്ള ടൂളൊന്നും അടിയിലെത്താത്തതുകൊണ്ട് ഞാൻ അടിയിലൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇന്ന് എന്തായാലും അടിഭാഗത്തോട് നോക്കാമെന്ന് കരുതി നോക്കിയതാണ്. അപ്പം ഈ കമ്പൊക്കെ ഇല്ലേ, എന്തിൻ്റെ കമ്പാണെന്ന് പോലും അറിയില്ല. ഇലകളൊക്കെ നന്നായിട്ട് കരിഞ്ഞത് വളമായിട്ടുണ്ട്. പക്ഷേ ഈ കമ്പുകൾ കിടന്ന് അതിൽ വേര് മുളച്ചു. ഇത് ഏതിൻ്റെ കമ്പാണെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പോഴ് അടിഭാഗത്തോട്ട് കിണ്ടിയപ്പോൾ എല്ലാ കമ്പിലും പുതിയ പുതിയ വേരുകൾ വന്ന് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. എല്ലാ കമ്പിലും പുതിയ പുതിയ വേരുകൾ വന്ന് കിടപ്പുണ്ട്. അപ്പം ഇത് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി, അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ചെടി ഇപ്പം കൊണ്ട് നട്ട് അല്ലെങ്കിൽ ഒരു വേര് വരെ എന്തെങ്കിലും സാധനം കൊണ്ട് വെച്ചാലും എനിക്ക് തോന്നുന്നു ഇതിൽ വേര് വരുമായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇത് വേര് വന്ന് കിടക്കുന്നത്. ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു. അത് അതിൽ കിടന്ന് പൊടിക്കുകയോ ഇല്ലയോ എന്നൊന്നും അറിയില്ലെങ്കിലും അതങ്ങനെ കിടന്ന് അത് വെറുതെ അങ്ങനെ കിടക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി. അതുപോലെ നല്ല രീതിയിൽ ഇത് കമ്പോസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇത്ര ദിവസമായിട്ടും ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. അത് ഓൾറെഡി എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റാണ്. ഇത് സെക്കൻഡ് കമ്പോസ്റ്റാണ്. അപ്പോൾ ഇതിൽ കൂടുതലും ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ്, ചകിരിച്ചോറ് അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ. അതുകൊണ്ട് വെയിറ്റും കുറവാണ്. നമ്മളെ ഫസ്റ്റ് കമ്പോസ്റ്റ് പോലെയേ അല്ല. ഞാൻ ഫസ്റ്റ് കമ്പോസ്റ്റും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ കണ്ടില്ലേ, ഇതിൽ അളവ് ഏകദേശം ഒരേ രീതിയിലാണ് വന്നിരിക്കുന്നത്. മറ്റേത് വന്നിട്ട് നമ്മൾ കൂടുതലും ഫ്രൂട്ട്സും അല്ലെങ്കിൽ ഈ ചകിരിച്ചോറൊക്കെ ആയതുകൊണ്ട് ആ വെയിറ്റ് അങ്ങോട്ട് താഴ്ന്നു പോകാൻ വളരെ ഇതിങ്ങനെ താഴ്ന്നു പോകും. ഫ്രൂട്ട്സിന് ഈ തണ്ണിമത്തൻ്റെയൊക്കെ പീസസ് വരെ ഞാൻ അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തണ്ണിമത്തൻ്റെ ഈ കട്ടിയുള്ള പീസ് വരെ ഇപ്പം അതിൽ കാണാനില്ല. അത്രയ്ക്ക് രീതിയിൽ ഇതായിപ്പോയി. ഇതിൽ മുട്ടത്തോടും അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് കുറച്ച് അതിനേക്കാളും കുറച്ച് വെയിറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു അതും ഇതും വെച്ച് നോക്കുമ്പം രണ്ട് സെയിം രീതിയിൽ തന്നെ കമ്പോസ്റ്റ് ആവണുണ്ട്. ഏതാണോ ഫസ്റ്റ് കമ്പോസ്റ്റ് ആവണമെന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു ഇതിലൊക്കെ നമ്മൾ വളമായിട്ട് യൂസ് ചെയ്യേണ്ട സമയമായി. അതിൽ വേര് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വളമായിട്ട് യൂസ് ചെയ്യാൻ ഇത് പറ്റും. എങ്കിലും കുറച്ച് ദിവസവും കൂടി ഇതിരിക്കട്ടെ. എല്ലാ സാധനങ്ങളും അതിൽ നന്നായിട്ട് പൊടിഞ്ഞ് ഇതായിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഈ നമ്മളെ ഫസ്റ്റ് കമ്പോസ്റ്റിൽ മണ്ണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്. അതുപോലെ വെജിറ്റബിൾ വേസ്റ്റ് കൂടുതലുണ്ട്. മണ്ണൊക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ വ്യത്യാസം വരും. അപ്പോൾ നോക്കാം നമുക്ക് ഏതാണ് കൂടുതൽ നല്ലതെന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇതിലിപ്പോൾ കുരുട്ടീച്ച, പുഴു യാതൊരു സാധനവും ഇല്ല കേട്ടോ. സ്മെല്ല് പോലും ഇല്ല. സാധാരണ ഒരു മണൽ കിടക്കുന്ന രീതി തന്നെയാണ് കിടക്കുന്നത്. കുരുട്ടീച്ചയല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുരുട്ടീച്ച പുഴുവാണ് കുരുട്ടീച്ചയായിട്ട് മാറിയിട്ട് പിന്നെ ഇവർ അവരുടെ ജോലിയെല്ലാം കഴിയുമ്പോൾ അവർ തന്നെ തനിയെ ഇറങ്ങി അവരങ്ങ് പൊയ്ക്കോളും. അതുകൊണ്ട് അതുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇപ്പോൾ കമ്പോസ്റ്റ് ചെയ്യുന്നവരും അല്ലെങ്കിൽ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ധൈര്യമായിട്ട് കമ്പോസ്റ്റ് ചെയ്തോളൂ. ഒരു പ്രശ്നവുമില്ല. ഞാൻ നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് എല്ലാ സംഭവങ്ങളും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.